കഴിഞ്ഞ ക്ലാസ്സുകളിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജ്, അതിൽ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, പിന്നെ ക്വാർട്ടൈൽസ്, പാർട്ടീഷൻ വേരിയസ് ആണ്, ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ഒക്കെ പഠിച്ചു. എന്തിനു വേണ്ടിയാണ് ആവറേജ് പഠിച്ചത്? നിങ്ങൾ ഉത്തരം പറയും, ടു റെപ്രസെന്റ് ദി ഡാറ്റ ഇൻ എ സിംഗിൾ ഫിഗർ. മൊത്തം ഡാറ്റയെ ഒരൊറ്റ ഫിഗറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്, കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെഷേഴ്സ് ആവറേജ് കണ്ടുപിടിച്ചത്. ദിസ് ആവറേജ് ഷുഡ് പോസസ് ഓൾമോസ്റ്റ് ഓൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഹോൾ ഡാറ്റ. ഈ കണ്ടുപിടിക്കുന്ന ആവറേജ് മീൻ ആയിക്കോട്ടെ, മീഡിയൻ ആയിക്കോട്ടെ, ഇറ്റ്സ് റെപ്രസെന്റേറ്റീവ് വാല്യൂ ആണ്. ഇറ്റ് റെപ്രസെന്റ്സ് ദി ഹോൾ ഡാറ്റ. മൊത്തം ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നു. ആ ഡാറ്റയുടെ ഒരുവിധം എല്ലാ ഗുണങ്ങളും, ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകളും ഈ മീൻ, മീഡിയൻ, മോഡിൽ ഉണ്ടാകണം. ബിക്കോസ് ദിസ് ആവറേജ് റെപ്രസെന്റ് ദി ഹോൾ ഡാറ്റ. മൊത്തം ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ വാല്യൂവിന്, ആവറേജിന്, ആ ഡാറ്റയുടെ എല്ലാവിധ ഗുണഗണങ്ങളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബട്ട് വി കനോട്ട് അനലൈസ് ദി ഡാറ്റ ഇൻ ഫുൾ ഓൺലി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആവറേജ്. ആവറേജ് കൊണ്ട് മാത്രം ഒരു ഡാറ്റയെ പൂർണ്ണമായി നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കില്ല. I shall explain this with an example. I am giving 4 data with 5 figures. Read the 4 data. And now we are finding the average of these 4 items, 4 data. Arithmetic mean. First, get its summation. In all cases, the total is 2500. Sum, sigma x. Number is 5. Divide the total by number. We get 500. In all these 4 cases, the average is 500. 4 വ്യത്യസ്തമായ ഡാറ്റയാണ് നിങ്ങൾ മുന്നിലിരിക്കുന്നത്. ഈ 4 ഡാറ്റയുടെയും ടോട്ടൽ 2500 ആണ്. ആവറേജ് 500 ആണ്. See whether the data possess the same characteristics. No, entirely different. ഈ 4 ഡാറ്റയും 4 തരത്തിലാണ്. ആദ്യത്തെ എല്ലാം 500 ആണ്. രണ്ടാമത്തെ ഏകദേശം 500ന്റെ അടുത്താണ്, ആവറേജ് 500ന്റെ അടുത്താണ് എല്ലാ ഫിഗേഴ്സും. 497 ആണ് ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് 503 ആണ്. മൂന്നാമത്തെ ഏറ്റവും ചെറുത് 100 ആണ്, 500നേക്കാൾ 400 കുറവാണ്. ഏറ്റവും വലുത് 900 ആണ്, 500നേക്കാൾ 400 കൂടുതലാണ്. അടുത്തത് ഏറ്റവും ചെറുത് 1 ആണ്, 499 കുറവാണ് ആവറേജിനേക്കാളും. ഏറ്റവും വലുത് 2490 ആണ്, ഏകദേശം 1910 കൂടുതലുണ്ട്. അടുത്ത നോക്കി, 500 ആണ് മീൻ, ഏറ്റവും ചെറുത് -2000 ആണ്, 2500 താഴേക്ക് പോയി. ഏറ്റവും വലുത് 3000 ആണ്, 2500 മേളിലേക്ക് പോയി. കണ്ടോ? ഒന്നാമത്തെ കേസില് all figures are locating with the average. In the second case, all figures are locating nearest to the average. The last case, the figures are highly scattered from the mean. ആദ്യത്തെ കേസില് എല്ലാ വാല്യൂസും 500 തന്നെയാണ്, ആവറേജിനാണ്. രണ്ടാമത്തെ കേസില് ഏകദേശം 500ന്റെ അടുത്താണ് എല്ലാവരും. ലാസ്റ്റ് കേസ് ആണെങ്കിലോ ഒത്തിരിയേറെ വൈഡ്ലി സ്കാറ്റേർഡ് ആണ്, ചിതറിക്കെടുക്കുന്നു. Therefore, we cannot say that this 500 represent these 4 data. Therefore, to complete the study, we have to analyze the scatteredness, the deviation, the variation of the values from mean. നമ്മുടെ പഠനം പൂർത്തിയാകണമെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റയിലുള്ള വാല്യൂസ് എത്രത്തോളം സ്കാറ്റർ ചെയ്തിട്ടുണ്ട്, ചിതറിക്കിടക്കുന്നുണ്ട്, എത്രത്തോളം വേരിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അകന്നു പോയിട്ടുണ്ട്, അതും കൂടി പഠിക്കണം. And the study of such scatteredness, such variation, such dispersion is the measures of variation, measures of dispersion. And dispersion, what is dispersion? It refers the variability or spreading of the data from average. ആവറേജിൽ നിന്നും എത്രത്തോളം ഡാറ്റ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, വേരിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഡിസ്പേഷൻ. In the case of first example, there is no dispersion because there is no variation. Dispersion is 0. But in the case of fourth case, there is high dispersion. കണ്ടോ? ഒന്നാമത്തെ കേസില് ഡിസ്പേഷൻ ഇല്ല, എല്ലാം 500 തന്നെയാണ്. പിന്നെ ഡിസ്പേഷൻ കൂടി വരുന്നു. ഏറ്റവും അവസാനം ഹൈലി ഡിസ്പേഷൻ, ഹൈലി വേരിയേഷൻ, ഹൈ ഡിസ്പേഷൻ ഉണ്ട്.
Dispersion refers the variability or spreading of the data from average. And it gives the degree of variability. Measures of dispersion gives how much it varied. എത്രത്തോളം വേരി ചെയ്തിരിക്കുന്നു. It gives the degree of variability. And it measures, it tells the extent to which the values differs from their average. ആവറേജിൽ നിന്നും എത്രത്തോളം ഡാറ്റ വേരിയേറ്റ് ചെയ്തിരിക്കുന്നു അതാണ് മെഷേഴ്സ് ഡിസ്പെർഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. മെഷേഴ്സ് ഡിസ്പെർഷൻ ഡിസ്ക്ലോസ് how much the values are differs from, variate from their average. And measures of dispersion may be absolute measures of dispersion or relative measures of dispersion. ഈ measures of dispersion രണ്ട് വിധമുണ്ട്. Absolute ഉണ്ട്, relative ഉണ്ട്. The absolute measures of dispersion, they are expressed in the same unit in which data are given. If the data is given in the rupees, the answer is rupees. If the data is given in the marks, the answer is marks. If the data is given kilometers, answer is kilometers. ഏത് യൂണിറ്റ് ഓഫ് മെഷർമെന്റിലാണോ, അത് റുപ്പീസ് ആയിരിക്കാം, കിലോഗ്രാം ആയിരിക്കാം, ഗ്രാം ആയിരിക്കാം, ലിറ്റർ ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ സെയിം മെഷർമെന്റിലാണ് ഈ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ കണ്ടുപിടിക്കുക. ആൻഡ് ഇറ്റ് ഗീവ്സ് an idea about the amount of dispersion. എത്രത്തോളം ഡിസ്പെർഷൻ നടത്തിയിട്ടുണ്ട്, ഒരു ഏകദേശ ഐഡിയ, എത്ര മാത്രം ഡാറ്റ വേരിയേറ്റ് ചെയ്തിട്ടുണ്ട്. It gives an idea about the amount of variation. The absolute measures of dispersion are first range, second quartile deviation, third mean deviation, and fourth standard deviation. Before entering into the discussion of relative measures of dispersion, I shall explain the difference between absolute measures and relative measures with some examples. Marks of student X is 150. Marks of student Y is 90 marks. Which student is more better? We can say student X is better student because he attained more marks than Y. This 150 marks and 90 marks are absolute measures. And by analyzing these marks of student X 150 out of 200 marks, marks of student Y 90 out of 100 marks. Teacher X, student X attained 75% marks and student Y attained 90%. This 75% and 90% are relative measures. 150 marks and 90 marks are absolute measures and 75%, 90% are relative measures. These relative measures are taken for comparison. These 75%ഉം 90% ആണ് relative measures എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? For making comparison. Another example, read this statement. By increasing the time of study from 4 hours to 5 hours, the marks increased from 70 to 75. 4 മണിക്കൂർ എന്ന പഠന സമയം 5 മണിക്കൂറാക്കിയപ്പോൾ 70 മാർക്കിൽ നിന്നും 77 മാർക്കായി വർദ്ധിച്ചു. Increase in study time 1 hour. Increase in marks 7 marks. This 1 hour and 7 marks are absolute measurements. It is not comparable. ഈ 1 മണിക്കൂറും 7 മാർക്കും അബ്സല്യൂട്ട് ആണ്. ഇത് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. We can say increase in study time 25%. Increase in marks 10%. This 25% and 10% are relative measures. They are comparable. Okay? Then relative measures of dispersion are useful for comparing 2 or more data for their variability. രണ്ടോ രണ്ടിലധികം ഡാറ്റകളുടെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ദേ ആർ ഫ്രീ ഓഫ് ദി യൂണിറ്റ്സ്. റിലേറ്റീവ് മെഷേഴ്സ് എടുക്കുമ്പോൾ അവിടെ കിലോഗ്രാമോ റുപ്പീസോ ഒന്നുമില്ല. ദേ ആർ ഫ്രീ ഫ്രം ദി യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് ആൻഡ് ദേ ആർ റേഷ്യോസ്, അനുപാതമാണ്. ആൻഡ് ദി റിലേറ്റീവ് മെഷേഴ്സ് ആർ കോൾഡ് കോഎഫിഷ്യന്റ്സ്. റിലേറ്റീവ് മെഷർമെന്റ്സിന് വിളിക്കുന്ന മറ്റു പേരാണ് കോഎഫിഷ്യന്റ്. എന്താ കോഎഫിഷ്യന്റ്?
independent values apart from their units measurement. യൂണിറ്റ്സ് മെഷർമെന്റിൽ നിന്നും വിഭിന്നമായി സ്വതന്ത്രമായ വിലയാണ് കോഎഫിഷ്യന്റ്. അതിന് യൂണിറ്റ് മെഷർമെന്റ്സ് ആയിട്ടുള്ള കിലോഗ്രാം, റുപ്പീസ്, മാർക്സ്, കിലോമീറ്റർ അങ്ങനെയുള്ള ഏകകങ്ങൾ ഇല്ല. ആൻഡ് ഫോർ മെഷേഴ്സ് ഡിസ്പെർഷൻ, റിലേറ്റീവ് മെഷേഴ്സ് ആർ ഫോർ റേഞ്ച് it is coefficient of range. For quartile division, it is coefficient of quartile division. For mean division, it is coefficient of mean division. And for standard deviation, it is coefficient of variation. നേരത്തെ നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് റേഞ്ച്, ആ റേഞ്ചിന്റെ റിലേറ്റീവ് മെഷർ ആണ് കോഎഫിഷ്യന്റ് റേഞ്ച്. ക്വാർട്ടൽ ഡിവിഷന്റെ റിലേറ്റീവ് മെഷേഴ്സ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൽ ഡിവിഷൻ. മീൻ ഡിവിഷന്റെ റിലേറ്റീവ് മെഷർമെന്റ് ആണ് coefficient mean division. And standard deviation de coefficient variation coefficient measurement ആണ് coefficient of variation. So thank you.